അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ സ്പെഷ്യലി എൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് ഏ നങ്കാണ് ട്ടാ. ഇവിടെയൊക്കെ നങ്കെന്നാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിൽ കുമ്പളങ്ങിയിലൊക്കെ ഇലച്ചിലെന്നാണ് അതിനെ പറയണത്. അപ്പം നങ്ക് തിളപ്പിച്ചതാണ്, ഫ്രഷ് കിട്ടി ലേലം വിളിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ചെറുപയറാണ് പ്രോട്ടീൻ, ചെറുപയർ ഉലത്തിയതാണ്, പിന്നെ പൊന്നച്ചാറുമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടാ. അപ്പോഴേ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ? ഇതിപ്പോൾ ലേലം വിളിച്ചെടുത്താണ് കേട്ടാ. മാർക്കറ്റിൽ പോയി വന്നേ ഉള്ളൂ, ചത്തട്ടില്ല കേട്ടാ. ഇതാണ് സംഭവം. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ഇലച്ചിലെന്നാണ് കേട്ടോ പറയണത്. ഇവിടെയൊക്കെ പറയണത് നങ്കെന്നാണ്. അധികം വലുതല്ല, എനിക്ക് എന്തിഷ്ടമാണെന്ന് ഇതൊന്ന് ഇതിനെ തൊലി പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. അതിന് ഈ തൊലി പൊളിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ചാരത്തിൽ, അടപ്പിലെ ചാരമില്ലേ, ചാരത്തിൽ ഇതിൻ്റെ മുഞ്ഞി ഒന്ന് ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാം കേട്ടോ. വേഗം പൊളിച്ചെടുക്കാൻ പറ്റും ചൂട് കൊണ്ട് കഴിഞ്ഞാൽ. ചത്തിട്ടില്ല, ഇത് കണ്ട പെട്ടക്കണേണ്. അപ്പോൾ ലാഭത്തിൽ കിട്ടിയേട്ടാ. 230 രൂപക്ക് ഇതെല്ലാം കൂടി കിട്ടി. ഏതാണ്ട് 1,200ഓളം ഉണ്ടാട്ടാ. എന്നാലും ചാകാത്ത നല്ല ഫ്രഷ് സംഭവമാണ്. ഇതിന് വറുക്കാൻ നല്ലതാണ്, തിളപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത്തിരി വിനാഗിരിയൊക്കെ ഇട്ട് തിളപ്പിക്കണമായിരിക്കും ടേസ്റ്റ്. തക്കാളിനേക്കാളും നല്ലത് വിനാഗിരി ഇട്ട് തിളപ്പിക്കണതാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോഴേ നമുക്കിന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലിന് അടിപൊളി മീനാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട മീനാണ് നങ്ക്. ഞങ്ങളുടെ കുമ്പളങ്കിലൊക്കെ പറയണത് ഇലച്ചിലെന്നാണ് കേട്ടോ. ഇവിടെ നങ്കെന്നാണ് പറയണത്. ആ സാധനമാണ്. അത്ര വലുതല്ല, എന്നാലും നല്ല ചാകാത്ത ഫ്രഷായിരുന്നു. അപ്പോൾ നമുക്കത് വിനാഗിരി ഇട്ട് തിളപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാണിട്ടുണ്ട്. നമുക്കേ അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം ഇതിപ്പോൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പച്ചമുളക് ഞാനൊന്ന് രണ്ടാക്കി കട്ട് ചെയ്താണ്, ബാക്കിയൊക്കെ ചതച്ചതാണ്. ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ചാകാത്ത സംഭവം അറിഞ്ഞിട്ടാ, ഫ്രഷായിരുന്നു. ഒരുവിധം ലാഭത്തിൽ കിട്ടിയേട്ടാ. ഞാൻ പകുതി എടുത്തുള്ളൂ. ഇത് ഇത്തിരി പൊളിക്കാൻ ഇച്ചിരി പണിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് പകുതി പൊളിച്ചെടുത്തു. ഇതൊന്ന് വാടട്ടെ. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മുടെ ഈ അരപ്പൊന്ന് റെഡി ആകട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള. മൂടി വെക്കാം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വിനാഗിരിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഈ നങ്കിനെ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നാക്കിയിട്ടത് വെള്ളത്തിലിട്ടങ്ങനെയാണ്.
വെക്കട്ടെ. അപ്പം നമുക്ക് കറിയൊന്ന് നോക്കാട്ടോ. ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. ഇത്ര മതി, വലിയ വേവില്ല ഈ മീനിന്. നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വിനാഗിരി ഇട്ട് വെച്ച നങ്ക് തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നോ, ഞാൻ ചെറുപയറാണ് കേട്ടോ ഒലത്തിയത്. അപ്പോൾ ചെറുപയർ ഇപ്പം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ കൂടി ഇട്ട് താളിച്ചിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു സ്പെഷ്യല് പച്ചക്കറി സ്പെഷ്യല് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഇത് വിനാഗിരി ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. ഇലച്ചിൽ ഈ സംഭവം വിനാഗിരി ഇട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത്. തക്കാളിനേക്കാളും നല്ലത് വിനാഗിരി ഇട്ട് തിളപ്പിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു സംഭവത്തിന് എടുക്കാം നമുക്ക്. ഇതിൻ്റെ ചാറാണ് എനിക്ക് വേണ്ടത് കേട്ടോ. പിന്നെ പ്രോട്ടീനെ കുറച്ചെടുക്കാം. പിന്നെ പൊന്നച്ചാറാണ്, അതല്പം എടുക്കാം. അപ്പോൾ ഇനി കഴിച്ചാലോ? ചാറ് കൂട്ടി നോക്കട്ടെ കേട്ടോ. മാംസം ഒന്ന് നോക്കട്ടെ. ഇനി വറക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിന് നന്നാക്കിയെടുക്കാൻ ഇത്തിരി പണി പാടാണ്. ഞാൻ പകുതിയെ നന്നാക്കിയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രോട്ടീനൊന്ന് കഴിക്കാൻ ഇത്തിരി. അച്ചാർ പറയണ്ടല്ലോ, അതേ ഈന്തപ്പഴം തന്നെയാണ് കിട്ടിയേക്കണത്. ഹായ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. നങ്ക് തിളപ്പിച്ചത്, ചെറുപയർ ഉലത്തിയത്, പൊന്നച്ചാറ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒരു സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.